ഇതിപ്പോൾ രാജ്യത്ത് ഒരു ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ വലിയ തരത്തിൽ വേട്ടയാടുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ രണ്ട് കന്യാസ്ത്രീകളാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ഭയപ്പെടുത്തുന്ന അന്തരീക്ഷത്തിലാണോ ജീവിക്കുന്നത്? അതെ അതെ, ഉറപ്പായിട്ടും അതെ. ഉത്തരേന്ത്യയിലേക്കടക്കം പല ചാരിറ്റി പ്രവർത്തനത്തിനും ഒക്കെ പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ അവിടെ മതപരിവർത്തനം ആരോപിക്കുന്നത് സംഘപരിവാറാണ്. അപ്പോൾ അത് നമ്മുടെ എത്രമാത്രം മുമ്പുള്ള ജീവിതത്തെ ഭയപ്പെടുത്തുന്നുണ്ട്? മതേതരത്വം രാജ്യത്ത് ആവശ്യമാണ്. അന്യായമായിട്ടാണ് സിസ്റ്റേഴ്സിനെ ഇപ്പോൾ കടങ്കലിൽ വെച്ചിരിക്കുന്നത്. ഇതിൽ നിന്നൊരു മോചനം നമ്മുടെ രാജ്യത്ത് ഉണ്ടാകണം. എങ്കിൽ മാത്രമേ മതേതരത്വം നമ്മുടെ നാടിനുണ്ടാവുകയുള്ളൂ. ഇതിൽ ഞങ്ങൾ ശക്തമായി പ്രതിഷേധിക്കുന്നു. നമ്മുടെ ഈ പ്രതിഷേധത്തിനപ്പുറത്തേക്ക് സംഘപരിവാർ അവരുടെ താല്പര്യങ്ങൾ രാജ്യത്ത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നൊരു തോന്നലുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കുമുള്ള കൃത്യമായിട്ടുള്ള തോന്നൽ അതാണ്. ഇപ്പോൾ ഈ നേരത്തെ കന്യാസ്ത്രീ സിസ്റ്റർ പറഞ്ഞതുപോലെ തന്നെയുള്ള അഭിപ്രായം എല്ലാവർക്കും ഉണ്ടാവും. സിസ്റ്റർ ഒരു ഭയത്തോടു കൂടിയുള്ള ഇപ്പം ഈ ഒരു ജീവിതത്തിനിടയിൽ ഒരു ഭയത്തോടു കൂടിയുള്ള അന്തരീക്ഷത്തിലാണോ ഇന്ന് ജീവിക്കുന്നത്? തീർച്ചയായിട്ടും അതെ. നമുക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി പ്രവർത്തിക്കാൻ ഉള്ള സാഹചര്യം ഇല്ല. എല്ലായിടത്തും ഭയത്തോടും പറയലോടും കൂടി വേണം പുറത്തിറങ്ങി നടക്കാനായിട്ട്. നമ്മുടെ സ്വന്തം ആവശ്യത്തിന് പോകുകയാണെങ്കിൽ പോലും ആരെങ്കിലും പിള്ളേർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കത് പേടിയാണ് കൊണ്ടുപോകാനൊക്കെ ആയിട്ട്. ഇതിപ്പോൾ നമ്മൾ ചാരിറ്റി ഭാഗമായിട്ട് സന്നദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിന് പുറത്തേക്ക് പോകുമ്പോൾ ഇപ്പോൾ ഇങ്ങനെ സംഭവം ഉണ്ടാകുന്നു. നാളെ നമ്മുടെ നാട്ടിലേക്കും അത് വന്നുകൂടായികയില്ല. അപ്പോൾ അങ്ങനെ ഒരു ഭയത്തിന്റെ അന്തരീക്ഷത്തിലാണ് ജീവിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും അതെ, തീർച്ചയായിട്ടും. ഇവിടെയും കേരളത്തിനും അതൊന്നും വന്നുകൂടായികയില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെ എന്തെങ്കിലും സ്വാതന്ത്ര്യമായിട്ട് പ്രവർത്തിക്കാൻ നമുക്ക് കഴിയുന്നില്ല, പേടിയാണ്. ചിലപ്പോൾ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഈ തിരുവസ്ത്രം ഇട്ടതിന് ശേഷം ആദ്യമായിട്ടായിരിക്കും പേടിയാണ് എന്ന് പറയുന്ന ഒരു പ്രയോഗം അല്ലെങ്കിൽ അങ്ങനെ ഒരു വാക്ക് ഇപ്പോൾ പറയുന്നത്. കാരണം അങ്ങനത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ ജീവിക്കുന്നത് അല്ലേ? നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ഇറങ്ങി ഒരു കാര്യം ചെയ്യാനായിട്ട് നമുക്ക് ഭയമാണ്. അത് ഏത് തരത്തിൽ അവർ വ്യാഖ്യാനിക്കപ്പെടും നമുക്ക് അറിയാൻ പാടില്ല. സ്വാതന്ത്ര്യമായിട്ട് ഒരു ചാരിറ്റി ചെയ്യാനായിട്ട് ക്ലീമിസ് കത്തോലിക്ക ബാവ സംസാരിക്കുകയാണ്. അതിലേക്ക് ഞാൻ ആഹ്വാനം ചെയ്യുന്നു. അവരുടെ നിസ്വാർത്ഥമായ സേവനങ്ങൾക്ക് മുൻപിൽ നമ്മുടെ ദേശത്തെയും നമ്മുടെ കേരളത്തെയും പ്രതിനിധാനം ചെയ്യുന്ന രാജ്ഭവന്റെ മുൻപിൽ കത്തോലിക്ക തിരുസഭയുടെ ഈ അതിരൂപതയുടെ തിരുമുറ്റത്ത് നിന്നുകൊണ്ട് ഈ സമൂഹത്തോട് പരസ്യമായി പറയുന്നു, ഈ സന്യാസിനിമാർ മതേതര ഭാരതത്തിന് അനുഗ്രഹമാണ്. ഇവരെ പോലെയുള്ള ആയിരക്കണക്കിന് സന്യാസിനികളാണ് പതിനായിരക്കണക്കിന് മനുഷ്യ ജീവിതത്തെ മുഖ്യധാരയിലേക്ക് നയിച്ചത്. പ്രിയപ്പെട്ട സഹോദരിമാർ, ഇവിടെ സന്നിഹിതരായിരിക്കുന്നവരോട് നിങ്ങളുടെ ശുശ്രൂഷയും നിങ്ങളുടെ സേവനവും സഭയ്ക്ക് മാത്രമല്ല ഈ ആർഷഭാരതത്തിന് അവിഭാജ്യമായ ഘടകമാണ്. ഒരു കൽത്തുറുങ്കിന് അതിനെ ഭേദിക്കുവാൻ സാധ്യമല്ല. നിങ്ങളുടെ ജീവിതത്തിന്റെ സമർപ്പണമാണ് ഈ ഭാരതത്തിലെ അശരണരുടെ അനേകരുടെ ആശ്രയം. ധൈര്യമായി മുൻപോട്ട് പോവുക. കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്. ഈ ജനം നിങ്ങളുടെ സമർപ്പണത്തിൽ സന്തോഷിക്കുന്നു. നാം എന്തിനാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്? ഫ്ളാഗ് ഉയർത്തിക്കൊണ്ട് അഭിനന്ദനായ ക്രിസ്തുദാസ് പിതാവ് സൂചിപ്പിച്ചു, രണ്ട് സന്യാസിനിമാർ, രണ്ട് കന്യാസ്ത്രീകൾ ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നു. അകാരണമായി. വാക്കുകൾക്ക് അർത്ഥമുണ്ടല്ലോ. ആരോപിക്കപ്പെടുന്നത് കൊണ്ട് ആരും കുറ്റക്കാരാകുന്നില്ലല്ലോ. രണ്ട് സന്യാസിനികൾ. നമ്മുടെ ഭാരതത്തിന്റെ പേര് ആർഷഭാരതം എന്നല്ലേ? സന്യാസിമാരെ ബഹുമാനിച്ച് അതിൽ അഭിമാനം കൊള്ളുന്ന ഒരു സംസ്കാരത്തിൽ സന്യാസ തിരുവസ്ത്രമണിഞ്ഞ് അവരുടെ ശുശ്രൂഷയുടെ ഭാഗമായി സഹായഹസ്തം നൽകി അവരെ സ്വീകരിച്ചു കൊണ്ടുപോകാൻ വന്നതിന്റെ പേരിൽ ആൾക്കൂട്ട വിചാരണ നേരിടുന്ന ഒരു സന്ദർഭം ഓർക്കണം. ഇന്നേറെ വേദനിപ്പിച്ച സംഭവം
സന്യാസിനിമാർക്ക് ജാമ്യം കിട്ടിയില്ല എന്നതിനേക്കാൾ ദുർഗിലെ സെഷൻസ് കോടതി ഇവർക്ക് ജാമ്യം നിഷേധിക്കുമ്പോൾ അതിലാഹ്ലാദിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ആരവവും ആക്രോശവും കേൾക്കുന്നതിനിടയായി. ഇതാണോ മതേതര ജനാധിപത്യം? ഇതാണോ ആർഷഭാരത സംസ്കാരം? ഈ രാജ്യത്ത് ക്രൈസ്തവ സമൂഹം ജീവിക്കുന്നത് 2000 വർഷത്തെ ചൈതന്യത്തിലും സംരക്ഷണയിലുമാണ്.